ഹലോ, വെൽക്കം ബാക്ക് ടു എഡ്യൂസോൺ. നെക്സ്റ്റ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്ററിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലേ, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ ഏരിയ. Next, we have to discuss the food habits of the people in different areas. അപ്പോൾ നമ്മൾ 89 പേജ് നമ്പർ 89 നോക്കുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. Are the food habits of people of North and South India same? Is the dress style of people of Kashmir the same as that of people of Tamil Nadu? Are the major crops cultivated in the Western Ghats and North Indian plains same? Identify the crop grown in the Western Ghats from the given pictures. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം. ആർ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ സെയിം? അതായത് നോർത്തിലും സൗത്തിലും ഫുഡ് ഹാബിറ്റ്സ് സെയിം ആണോ, ഒരേ തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? അപ്പോൾ നമ്മൾ ഏകദേശം സൗത്ത് ഇന്ത്യൻസ് ആണ് അല്ലേ, കേരളീയൻസ് കേരള, തമിഴ്നാട്, കർണാടക, നമ്മളൊക്കെ സൗത്ത് ഇന്ത്യൻസ്. നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണമാണോ കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അങ്ങനെയുള്ള ഡൽഹി അവർ കഴിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലേ. കാരണം അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഈസ് ദ ഡ്രസ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ കാശ്മീർ സെയിം ആസ് ദാറ്റ് ഓഫ് പീപ്പിൾ ഓഫ് തമിഴ്നാടു? കാശ്മീരിലെ ആളുകളുടെ അതേ ഡ്രസ് ഹാബിറ്റ് തന്നെയാണ്, അവർ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെയാണ് തമിഴ്നാടുള്ളവർ ഒരുക്കുന്നത്? അല്ല. ആർ ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ആർ ദ സെയിം? പശ്ചിമഘട്ടം അല്ലേ, സൗത്ത് ഇന്ത്യയിൽ ഒരു നമ്മൾ കണ്ടല്ലോ, പശ്ചിമഘട്ടം മലനിരകളാണ് അല്ലേ. പശ്ചിമഘട്ട മലനിരകളിലെ ആളുകളും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അവരുടെ ക്രോപ്സും വിളവുകളൊക്കെ സെയിം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ക്രോപ്പ് ഗ്രോൺ ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് ഫ്രം ദ ഗിവൺ പിക്ചേഴ്സ്. കാർഡമം കൾട്ടിവേഷൻ ഉണ്ട്, വീറ്റ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസറിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ്? വാട്ട് ആർ ദ റീസൺ ഫോർ ദം അല്ലേ? അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെയും സൗത്ത് ഇന്ത്യൻസിൻ്റെയും ഫുഡ് ഹാബിറ്റ്സ് സെയിം ആണോ, വ്യത്യസ്തമാണ് അല്ലേ? എന്തൊക്കെ വ്യത്യസ്തതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? നമുക്ക് നോക്കാം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ് ഈസ് ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്. Okay, the main difference between North Indian and South Indian food habits is the ingredients used. നോർത്തിലെയും സൗത്തിലെയും ഫുഡ് ഹാബിറ്റ്സിൻ്റെ പ്രധാന വ്യത്യാസം അവർ എന്ത് ഇൻഗ്രീഡിയൻസ്, അവർ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിൻ ഡിഫറൻസ് അതാണ്, ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നില്ല. ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് എനി റീജിയൻ ഇസ് ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദാറ്റ് റീജിയൻസ്. എന്താണ് അത്? വളരെ ഫുഡ് ഹാബിറ്റ്സിന് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവിടെ സൗത്ത് ഇന്ത്യയിൽ എന്താണോ കൃഷി ചെയ്യുന്നത് അതായിരിക്കും അവർ കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ എന്താണോ കൃഷി ചെയ്യുന്നത് അതായിരിക്കും അവരുടെ മേജർ ഫുഡ് ക്രോപ്സ്. സൗത്ത് ഇന്ത്യയിൽ റൈസ് ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ വീറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം പറയുന്നത്? ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ് ഈസ് ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്. ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് എനി റീജിയൻ ഈസ് ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദാറ്റ് റീജിയൻസ്. Wheat is the main crop grown in North India and rice is the main crop and staple food in the South India. South Indians consume a lot of seafood, curd and coconut. വ്യത്യാസം മനസ്സിലായോ? The main item grown in North India is the wheat. And rice is the main crop and staple food in the South India. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? വീറ്റാണ്. സൗത്ത് ഇന്ത്യയിലെ മെയിൻ ക്രോപ്പ് ഏതാണ്? റൈസാണ്. അപ്പോൾ അവരുടെ അടിസ്ഥാന ഫുഡും ഏതാണ്? മെയിൻ ആയിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യക്കാരുടെ ആഹാരം ഗോതമ്പാണെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരുടെ ആഹാരം എന്തായിരിക്കും? അരിയായിരിക്കും. സൗത്ത് ഇന്ത്യൻസ് കൺസ്യൂം, പിന്നെ കൂടാതെ നോർത്ത് ഇന്ത്യക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് സീ ഫുഡ്, കേട്, കോക്കനട്ട് ഇങ്ങനെയുള്ളതൊക്കെ ആരുപയോഗിക്കുന്നുണ്ട്? നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് വ്യത്യാസം. എന്തൊക്കെയാണ് വ്യത്യാസം? നോർത്ത് ഇന്ത്യയിൽ കൂടുതലും വിളയുന്നത് വീറ്റ് ആയതുകൊണ്ട് അവരുടെ സ്റ്റേപ്പിൾ ഫുഡും അത് തന്നെ. സൗത്ത് ഇന്ത്യയിൽ റൈസ് ആയതുകൊണ്ട് സ്റ്റേപ്പിൾ ഫുഡ് എന്ത് തന്നെയാണ്? റൈസാണ്. അതുകൂടാതെ
പുഴകളും അതുപോലെ തന്നെ കടൽ ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ സീ ഫുഡ് ഉണ്ട്, പിന്നെ കേടുണ്ട്, നെയ്യുണ്ട്, തെങ്ങ് നന്നായിട്ട് വിളയുന്നത് കൊണ്ട് കോക്കനട്ടുണ്ട്. While extensive cultivation is practiced in heavy rainfall area, many regions are rendered unfit for cultivation due for water scarcity. അപ്പോൾ നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയകളിൽ ഹെവി റെയിൻഫാൾ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, നല്ല മഴ ലഭിക്കുന്നിടത്ത് നന്നായിട്ട് കൃഷി നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ വാട്ടർ ലഭ്യത കുറവായതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമായിരിക്കില്ല, അവിടെ കൃഷി കുറവായിരിക്കും. ക്രോപ്സ് ഗ്രോൺ ഓൾസോ വാരി അക്കോർഡിംഗ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ റെയിൻഫാൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂപ്രദേശങ്ങളിൽ ചില നോർത്ത് ഇന്ത്യയിൽ അതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. സൗത്ത് ഇന്ത്യയിൽ റൈസ് നന്നായിട്ട് വിളവെടുക്കാം, പക്ഷേ ആ റൈസ് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ രണ്ട് തരത്തിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലും വ്യത്യസ്തമായ ഫുഡാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു റീസൺ, പ്രധാനപ്പെട്ട ഘടകം റെയിൻഫാളാണ്. നന്നായിട്ട് മഴ ലഭിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയും. പ്രധാനമായിട്ടും ഹെവി റെയിൻഫാളിലോട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ക്രോപ്പാണ് റൈസ്. എന്നാൽ കുറച്ച് മാത്രം ലോ റെയിൻഫാളുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കൃഷി ചെയ്യാം, വീറ്റ് കൃഷി ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യും, കൃഷിയുടെ ഫുഡ് ഹാബിറ്റിലും വ്യത്യാസമുണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അതായത് ഹെവി റെയിൻഫാൾ ഉള്ളിടത്ത് നന്നായിട്ട് കൃഷി ഉണ്ടാകും, ലോ റെയിൻഫാൾ ആണെങ്കിൽ കൃഷി കുറവായിരിക്കും. ഹെവി റെയിൻഫാളുള്ള സ്ഥലങ്ങൾ, നന്നായിട്ട് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ നല്ലതേതാണ്, നെല്ലാണെങ്കിൽ. മറ്റ് ലോ റെയിൻഫാളുള്ള സ്ഥലങ്ങളിൽ ഗോതമ്പ് കൃഷിയാണ് ഏറ്റവും അനുയോജ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ ഡ്രസ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ഓഫ് കാശ്മീർ സെയിം ആസ് ദാറ്റ് ഓഫ് പീപ്പിൾ ഓഫ് തമിഴ്നാട്? ഓക്കെ, അതായത് ഡ്രസ് സ്റ്റൈൽ കാശ്മീരിലെയും ജനങ്ങളുടെ അതേ ഡ്രസ് സ്റ്റൈലായിരുന്നോ തമിഴ്നാട്ടിലെ ആളുകൾ അതേപോലത്തെ വസ്ത്രം തന്നെയാണോ ധരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും അല്ല, അല്ലേ? ഇന്ത്യ ഈസ് ദ ഡൈവേഴ്സ് കൺട്രി വിത്ത് ഈച്ച് സ്റ്റേറ്റ് ഹാവിങ് ഇറ്റ്സ് ഓൺ ട്രഡീഷണൽ ഡ്രസ്. തമിഴ് വെയർ ട്രഡീഷണൽ ക്ലോത്ത്സ്, ലുങ്കി, ഷർട്ട് ആർ യൂസ്ഡ്. വുമൺ വെയർ സാരീസ് ആൻഡ് ബ്ലൗസ്. ഓക്കെ, ഇന്ത്യ ഈസ് ഡൈവേഴ്സ് കൺട്രി വിത്ത് ഈച്ച് സ്റ്റേറ്റ് ഹാവിങ് ഇറ്റ്സ് ഓൺ ട്രഡീഷണൽ ഡ്രസ്. ഇന്ത്യക്ക് ഒരു പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, അല്ലേ? വിഭിന്നതകളിൽ ഐക്യമുള്ളതാണ്. ഏത് വ്യത്യസ്തമായ കാലാവസ്ഥ ആയിക്കോട്ടെ, ഏത് ഭാഷ, ഏത് വസ്ത്രം ഒക്കെ വ്യത്യസ്തത ഉണ്ട്, പക്ഷേ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ഏകീകൃത മനോഭാവം എല്ലാവരും, അല്ലേ? അപ്പോൾ ഇന്ത്യ ഈസ് ഡൈവേഴ്സ് കൺട്രി വിത്ത് ഈച്ച് സ്റ്റേറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ട്രഡീഷൻ. ഓരോ സ്റ്റേറ്റിനും അവർക്കായ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട്. എക്സാമ്പിൾ, തമിഴ്സ് വെയർ ട്രഡീഷണൽ ക്ലോത്ത്സ്, ലുങ്കി, ഷർട്ട് ആൻഡ് ആർ യൂസ്ഡ്. വുമൺ വെയർ സാരീസ് ആൻഡ് ബ്ലൗസ്, അല്ലേ? അതായത് തമിഴന്മാരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ലുങ്കി, തുണി, ഷർട്ട്, ഇങ്ങനെയൊക്കെ. പെണ്ണുങ്ങളാണെങ്കിൽ സാരീസ്, ബ്ലൗസൊക്കെ ഉപയോഗിക്കും. Why? Clothes of Jammu Kashmir have many designs and embroideries. Climate of Kashmir is generally cool. But ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എങ്ങനത്തെ ഡ്രസ്സ്, നല്ല ഡിസൈൻസും എംബ്രോയിഡറി ഒക്കെ ഉള്ള വളരെ റിച്വലായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. കാരണം എന്താണ്, അവിടുത്തെ ക്ലൈമറ്റ് നമുക്കറിയാം കുറച്ചുകൂടി കൂളാണ്. ദേ യൂസ് സച്ച് വെതർ റെസിസ്റ്റൻറ്റ് ക്ലോത്ത്സ്. തലപ്പാവ്, പശ്മിന ബെൽറ്റ്, കളേർഡ് സ്കാർഫ് ആർ വേൺ ബൈ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഏകദേശം സ്ത്രീകളും പുരുഷന്മാരൊക്കെ എന്തൊക്കെ ധരിക്കുക, തലപ്പാവ്, പശ്മിന ബെൽറ്റ്, അതുപോലെ സ്കാർഫൊക്കെ ധരിക്കും. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്കാർഫ് അവർ വിയർ. ദ വേ ഓഫ് ഡ്രസ്സിങ് ഇൻ ഈച്ച് കൺട്രി ഈസ് ഫോംഡ് ബൈ കൺസിഡറിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലൈമറ്റ്. ഇത് അവിടെയുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രമായിരിക്കും മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും. അവർക്ക് അവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് 3 types of crops: Kharif, Rabi and Zaid. There are 3 types of crops: Kharif, Rabi and Zaid. According to water requirement, snowing months and harvesting months, we can classify the crops into 3: Kharif, Rabi, Zaid.
മൂന്ന് തരത്തിലുള്ള വിളകളാണ്. അതായത് വെള്ളത്തിൻ്റെയും അതുപോലെ ഏത് സമയത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ കൂടിയ അവസ്ഥയിൽ കൃഷി ചെയ്യുന്നതുണ്ടാവും, കുറഞ്ഞ അവസ്ഥയിൽ കൃഷി ചെയ്യുന്നുണ്ടാവും, മഞ്ഞുകാലങ്ങളിലൊക്കെ കൃഷി, സമ്മർ സീസണിൽ കൃഷി ചെയ്യുന്ന വിളവുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളകളെ മൂന്നായിട്ട് വി ക്യാൻ ക്ലാസിഫൈ ദ ക്രോപ്സ് ഇൻ ടു 3: ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട്. ഒരു 4 കോളങ്ങളിലായിട്ട് ക്രോപ്പ്, വാട്ടർ റിക്വയർമെൻറ്റ്, സോവിങ് മന്ത്സ്, ഹാർവസ്റ്റ് മന്ത്സ്. അതായത് വിളകൾ. ഇപ്പോൾ എക്സാമ്പിൾ റൈസ്, അതിന് അത്യാവശ്യം വെള്ളം, അബൻഡൻറ്റ് വാട്ടർ ഈസ് നീഡഡ് അല്ലേ. പിന്നെ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ജൂൺ ആണ്. അത് കൊയ്തെടുക്കുന്നത് ജൂൺ ടു സെപ്റ്റംബറിലാണ്. വീറ്റ് ആകുമ്പോൾ മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡ്, അത്യധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു വിളയാണ് വീറ്റ്. അത് ഒക്ടോബർ മാസത്തിൽ വിതച്ചാൽ മാർച്ച് മാസത്തിൽ നമുക്ക് കൊയ്തെടുക്കാം. പിന്നെ വാട്ടർമെലൺ, വത്തക്ക. ഇറിഗേഷൻ ഈസ് നീഡഡ് ഇൻ ഏരിയാസ് വിത്ത് സ്പാഴ്സ് റെയിൻഫാൾ, അതായത് വളരെ കുറച്ച് മഴ, തീരെ മഴ ലഭിക്കാത്ത സമയത്ത് നമ്മൾ ജലസേചന സൗകര്യത്തോടു കൂടി വെള്ളം നമ്മളതിന് ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള വിളവാണ് വാട്ടർമെലണ്. അത് ഏപ്രിൽ കൃഷി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാവുന്നത് ജൂണിലാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ എക്സാമ്പിൾ റൈസ്, വീറ്റ്, വാട്ടർമെലൺ പറഞ്ഞല്ലോ. അപ്പോൾ അത്യാവശ്യം ടെമ്പറേച്ചറോട് കൂടി കൃഷി ചെയ്യാവുന്ന, നല്ല മഴക്കാലത്ത് കൃഷി ചെയ്യാവുന്ന വിളവുകളെയാണ്, ക്രോപ്സിനെയാണ് നമ്മൾ ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ഖാരിഫ് സീസൺ ദാറ്റ് കോയിൻസൈഡ് വിത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, crops that require high temperature and abundant water like paddy, cotton, jute, jowar, bajra and tir are cultivated. അപ്പോൾ പാഡി, നെല്ല് അല്ലേ, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര ആൻഡ് ടെർ, ഇതൊക്കെയാണ് ഈ വിളവുകളെ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഖാരിഫ് വിളകൾ ഏതാണ്, റാബി വിളകൾ ഏതാണ്, സെയ്ദ് വിളകൾ. ഇപ്പോൾ തന്നെ അതായത് അത്യാവശ്യം ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ അബൻഡൻറ്റ് വാട്ടർ അവൈലബിലിറ്റി ആവശ്യമുള്ള വിളകളാണ് പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര ആൻഡ് ടെർ. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. ഖാരിഫ് വിളകൾ ഏതെല്ലാം? പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര ആൻഡ് ടെർ. അത് ഏത് സമയത്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. ഇനി റാബി സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മുതൽ മാർച്ച് വരെ അല്ലേ, അത്യാവശ്യം ടെമ്പറേച്ചർ അല്ലേ, എന്നാൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ, ഊഷ്മാവ് ഒരു അത്യാവശ്യം ചൂടോടുകൂടി എന്നാൽ കുറേശ്ശൊക്കെ മഴ ലഭിക്കുന്ന, എന്നാൽ വലിയ ജലലഭ്യത ആവശ്യമില്ലാത്ത വിളകളാണ് റാബി വിളകൾ. റാബി സീസൺസ് എൻഡ്സ് ഇൻ ഫെബ്രുവരി ആകുമ്പോൾ ഇപ്പോൾ ഏതാ തേക്കാൻ വീറ്റ്, പൾസ്, മസ്റ്റാർഡ്, ഇങ്ങനെയുള്ള വിളവുകളാണ് ഏതിലിവിടെ റാബി വിളകൾ. അപ്പോൾ ഖാരിഫ് വിളകൾ പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര ആൻഡ് ടെർ. റാബി വിളകൾ വീറ്റ്, പൾസ്, മസ്റ്റാർഡ് എക്സെട്ര. സെയ്ദ് ഇസ് ദ ഷോർട്ട് സമ്മർ that begins after റാബി ഹാർവസ്റ്റ്. അത് റാബി ഹാർവസ്റ്റിന് ശേഷം വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ്. ഡ്യൂറിങ് ദി സീസൺ വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ് എക്സെട്ര ആർ ഗ്രോൺ ഇൻ ഏരിയാസ് വേർ ഇറിഗേഷൻ അവൈലബിൾ. അതായത് മഴയില്ലാത്ത സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിളകളാണ് വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ് അല്ലെ, പച്ചക്കറികളും അതുപോലെ വെള്ളരി, തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള വിളകളൊക്കെ നമ്മൾ ഏത് ഇനത്തിൽപ്പെടുത്തുന്നു? സെയ്ദ് വിളകൾ പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള വിളവുകൾ. വി ക്യാൻ ക്ലാസിഫൈ 3 ടൈപ്സ് ഓഫ് ക്രോപ്സ്: ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. നന്നായിട്ട് മഴ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കൃഷി ചെയ്യാവുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. അപ്പോൾ പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര ആൻഡ് ടെർ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മുതൽ മാർച്ച് വരെ അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിൽ മോഡറേറ്റ് റെയിൻഫാൾ അല്ലേ, നല്ല മഴ, രൂക്ഷമായ മഴയില്ലെങ്കിലും അത്യാവശ്യം
മഴ കിട്ടും, ചിലപ്പോഴൊക്കെ മഴ കിട്ടുന്ന ഒരു സീസണിൽ കൃഷി ചെയ്യുന്നതാണ് റാബി സീസൺ. അവ ഏതൊക്കെയാണ്? വീറ്റ്, പൾസ്, മസ്റ്റാർഡ് എക്സെട്ര. സെയ്ദ് എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ, അതായത് റാബി സീസൺ അവസാനിക്കുന്ന ഫെബ്രുവരി. അത് കഴിഞ്ഞ് മാർച്ച് മുതൽ ഏപ്രിൽ മുതൽ അല്ലേ, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മുതൽ ജൂൺ വരെ കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ്. മഴ തീരെ ലഭ്യമാകാത്ത സമയമാണ്, അത്യാവശ്യം ചൂടുണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം, ഇറിഗേഷൻ അല്ലേ, മച്ച് ഇറിഗേഷൻ വേണം. നന്നായിട്ട് എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൃഷി ചെയ്യാവുന്ന വിളകളാണ് സെയ്ദ് വിളകൾ. വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? 3 തരത്തിലുള്ള അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ പറഞ്ഞു അല്ലേ, സീസണിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ക്ലൈമറ്റിനനുസരിച്ച് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ വ്യത്യാസം വരുന്നു പറയുന്നു. 3 ടൈപ്സ് ഓഫ് വിളകൾ, ക്രോപ്സ് പഠിച്ചു: ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.